ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബിഗ് ബോസിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇന്നത്തെ നോമിനേഷൻ ആയിരുന്നു. വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു നോമിനേഷനാണ്. കഴിഞ്ഞ സീസണിലും ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്രാവശ്യം ശത്രുക്കളെ ആരെങ്കിലും ഓപ്പോസിറ്റ് നിന്ന് സംസാരിക്കുന്ന അതേ വ്യക്തികളെ കൺഫെഷൻ റൂമിൽ വിളിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആർഗ്യുമെന്റ് ചെയ്ത് ഞാൻ നിൽക്കണം എന്ന തരത്തിൽ പറഞ്ഞിട്ട് അവസാനം ഒരാളുടെ പേര് വരാൻ നിശ്ചിത സമയമൊക്കെ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ എടുത്തു പറയേണ്ടത് അൻസിബയുടെയും നോറയുടെയും നോമിനേഷനാണ്. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൺഫെഷൻ റൂമിൽ കയറിയത് നോറയാണ് സ്റ്റാർട്ട് ചെയ്തത്. നോറ പറയുന്നു, ഞാൻ ഡേ 1 മുതലുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല, ലാസ്റ്റ് വീക്കിൽ സംഭവിച്ച കാര്യങ്ങളെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞ് അൻസിബ പറഞ്ഞു ഓക്കെ പറഞ്ഞോളൂ എന്ന് പറയാണ്. നോറ പറയുകയാണ് അൻസിബയാണ് സകല കുറ്റവും ചെയ്തത്. കാരണം ജാസ്മിനെയും അപ്സരയും പോലുള്ള കണ്ടസ്റ്റന്റുകളിലൂടെ പെർഫോം ചെയ്യുന്നതിന് എനിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. ഞാൻ അവരെ മാക്സിമം ഈ ഗെയിമിലേക്ക് ഉൾപ്പെടുത്താൻ നോക്കി അവർക്ക് വേണ്ടി സംസാരിക്കുകയും ചെയ്ത വ്യക്തിയാണ് പറഞ്ഞുകൊണ്ട് നോറയെ തന്നെ ബൂസ്റ്റ് ചെയ്യും. അതോടൊപ്പം അൻസിബയെ അവിടെ ഇരുത്താൻ ശ്രമിക്കുകയാണ്. അത് തന്നെയാണ് ടാസ്ക്. അങ്ങനെ അൻസിബയോട് പറയാണ്, നിങ്ങളാണ് മാക്സിമം എല്ലാവർക്കും പണിഷ്മെന്റ് കൊടുക്കാനും അവരെ ഗെയിം കളിപ്പിക്കാതിരിക്കാനും ശ്രമിച്ചത് എന്നുള്ള കാര്യങ്ങൾ നിരത്തിക്കൊണ്ടാണ് നോറ അൻസിബയെ നോമിനേറ്റ് ചെയ്യുന്നത്. അൻസിബ പറഞ്ഞു, ഓക്കെ നോറ, നിന്റെ കാഴ്ചപ്പാടിൽ ഞാൻ നല്ലൊരു ഗെയിമർ അല്ല, അതും എനിക്കും അറിയാം ഞാൻ നല്ലൊരു ഗെയിമർ അല്ല. അതുകൊണ്ട് തന്നെ നോമിനേഷന് പോകാൻ എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ നോമിനേഷനിൽ പോയിക്കോളാം. അൻസിബ വിഡ്ഢിത്തം കാണിച്ചു, അൻസിബ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ള ഒരു അഭിപ്രായമാണ് എല്ലാ പ്രേക്ഷകരുടെ സൈഡിൽ നിന്നുണ്ടായത്. എന്നാൽ ഈ രണ്ടുപേരും തമ്മിൽ വാദിച്ച് ആരുടെയും പേര് വരാതെ വരുമ്പോൾ രണ്ടുപേരും ഒരുപോലെ നോമിനേഷനിലേക്ക് വരികയും ഒരുപോലെ നോമിനേഷൻ ഫേസ് ചെയ്യുകയും ചെയ്തതിനെ അങ്ങനെ ഓൾമോസ്റ്റ് ഈ ഹൗസിനുള്ളിൽ എല്ലാവരും തന്നെ നോമിനേഷനിലേക്ക് ഫേസ് ചെയ്യുകയും അതിൽ ആര് പുറത്തു പോകും എന്നത് കാണാനൊരു ഭയങ്കര ഹെക്ടിക് ആയിട്ടുള്ള ഒരു ഗെയിമായി അത് മാറിയേനായിരുന്നു. എന്നാൽ പോലും അൻസിബ അവിടെ പറഞ്ഞത് ഞാൻ നോമിനേഷനിലേക്ക് പോകാൻ റെഡിയാണ് എന്നതാണ്. അപ്പൊ അവിടെ നോറ പറയുന്നുണ്ട്, എന്നെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോളൂ എന്ന്. അപ്പൊ അൻസിബ പറഞ്ഞു എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞു. അവിടെ അൻസിബ റിയലൈസ് ചെയ്തത് നോറയുടെ യഥാർത്ഥ സ്വഭാവമാണ്. അത് അൻസിബ സ്വയം മനസ്സിലാക്കുക മാത്രമല്ല പ്രേക്ഷകരെ അത് നന്നായി മനസ്സിലാക്കുകയും ചെയ്തു. ആക്ച്വലി ഈ ലൈവ് കണ്ട എല്ലാവർക്കും അറിയാം, അവിടെ മാക്സിമം നോറയുടെ പേഴ്സണൽ ഗ്രഡ്ജും നോറ അതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ പലപ്പോഴും കൺഫെഷൻ റൂമിൽ ഇരുന്ന് സംസാരിക്കുമ്പോഴും കിച്ചണിൽ ഇരുന്ന് സംസാരിക്കുമ്പോഴും മറ്റു മത്സരാർത്ഥികളോട് സംസാരിക്കുമ്പോഴും നോറ എപ്പോഴും നോറയെ വെളുപ്പിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. ന്യൂട്രലായി പോകാൻ തന്നെയാണ് നോറ ശ്രമിച്ചിരുന്നത്. അവസാനം തേച്ച് വെളുപ്പിക്കാൻ ശ്രമിച്ചു. അതിന്റെ സക്സസ് ഒക്കെ നോറയ്ക്ക് കിട്ടി. കാരണം ലാലേട്ടനും വന്നിട്ട് പറഞ്ഞു നോറ മാക്സിമം എല്ലാവരെയും ട്രൈ ചെയ്യാൻ നോക്കി. എന്നാൽ സത്യങ്ങളൊക്കെ പ്രേക്ഷകർക്കും അറിയാം, അതിലുള്ള മറ്റ് കണ്ടസ്റ്റൻസുകൾക്കും അറിയാം. എന്നിരുന്നാൽ പോലും നോറ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുകയും അൻസിബ സ്വയം ഞാൻ പൊയ്ക്കോളാം നോമിനേഷനിലേക്ക് പോവുകയും ചെയ്തത് വിഡിത്തമായിരുന്നെങ്കിലും നോറ സ്വയം നോറയെ തുറന്നു കാണിക്കുകയും കൂടെ ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് രൂപേണ അറിയിക്കുക. കാത്തിരിക്കുക. മറ്റൊരു വീഡിയോ ആയി കാണുന്നവരേക്കും ബൈ ബൈ.